പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വരുന്നില്ല, ഈ ഒരു വണ്ടിയുടെ ലൈറ്റ് സെറ്റിങ്, അതായത് ലൈറ്റ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ വയറിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, കണക്ഷൻ കാര്യങ്ങൾ, പിന്നെ ബാറ്ററി, ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു വണ്ടിയുടെ ഓരോ ഭാഗങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോസ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാ വീഡിയോൻ്റെ കമൻറ്റിൽ ലൈറ്റ് സെറ്റിങ് വീഡിയോ വേണമെന്ന് കമൻറ്റ് ഇടാറുണ്ട്. അത് ഒരാൾ തന്നെയാണോ എല്ലാ വീഡിയോക്കും കമൻറ്റ് ഇടുന്നത് എനിക്കറിയില്ല, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും ഒരാളാണെങ്കിൽ ഒരാൾ നമുക്ക് ഒരാൾ പറഞ്ഞാലും നമ്മൾ വീഡിയോ ഇടും, കാരണം അവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ എന്തായാലും എനിക്ക് ഉറപ്പുണ്ടാവും ഒരാൾക്കല്ല, എന്തായാലും കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. ലൈറ്റ് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി മേക്കിംഗ് വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പെയിൻറ്റിങ് ആയാലും ഗ്ലാസ് ഫിക്സിങ് ആയാലും അതുപോലെ തന്നെ സ്റ്റിക്കർ വർക്ക് ആയാലും എല്ലാം യൂട്യൂബിൽ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഹെഡ് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഫ്രണ്ടിൽ കാണുന്ന യു ലൈറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ കണക്ഷനും ബാറ്ററിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ ഒരു വണ്ടിയുടെ ഹെഡ് ലൈറ്റ് എങ്ങനെയാണ് ചെയ്തെടുത്ത് ഏത് LED ആണ് യൂസ് ചെയ്തതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അസ്ത്രേൻ്റെ ഹെഡ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ലൈറ്റാണ് വരുന്നത്. നമ്മൾ ഈ ഒരു LED ആണ് നമ്മളെ അസ്ത്രേൻ്റെ ഹെഡ് ലൈറ്റിനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് 3mm വൈറ്റ് LED, അതായത് 3mm വൈറ്റ് കളർ LED എന്നാണ് പേര്. പ്രത്യേകം ശ്രദ്ധിക്കണം, 3mm അതിൻ്റെ സൈസാണ്, 3mm ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, അസ്ത്രേൻ്റെ ഹെഡ്ലൈറ്റ് ഈ ഒരു 13 സെൻറ്റിമീറ്റർ വീതിയിൽ ചെയ്ത വണ്ടിയാണിത്. അപ്പോൾ ഈ ഒരു വണ്ടിക്കൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ലൈറ്റ് നിങ്ങൾ വാങ്ങിക്കരുത്, അതായത് ഇതുപോലുള്ള ലൈറ്റ് നിങ്ങൾ വാങ്ങിക്കരുത്. ഇത് ഫാൻസി ഷോപ്പിൽ 3 രൂപക്ക് കിട്ടുന്ന LED ആണ്, അതായത് മൾട്ടി കളർ LED ഒക്കെ കിട്ടില്ല, ആ ഒരു സൈസിൽ കിട്ടുന്ന വൈറ്റ് കളർ LED ആണ് ഇത്. ഈ ഒരു 3mm LED വെച്ച് ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സൈസ് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഞാൻ കയ്യിലെടുത്തിട്ട് വേണം കാണിച്ചു തരാം. ഇതിൻ്റെ സൈസ് ഡിഫറൻസ് കണ്ടോ, ഇത്രയും വലുതാണ് ഈ ഒരു, ഇതിൻ്റെ പേര് 5mm LED എന്നാണ്, ഇത് 3mm. അപ്പോൾ അസ്ത്രയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു 3mm തന്നെ വാങ്ങിക്കണം. ഇതിന് 1 രൂപയാണ് റേറ്റ് വരുന്നത് ഈ 3mm, ഇതിന് 3 രൂപ വലുതിന്. അപ്പോൾ വലുത് വാങ്ങിക്കഴിഞ്ഞാൽ അസ്ത്ര ഈ ഒരു 13 സെൻറ്റിമീറ്റർ വീതിയിൽ ചെയ്യുന്ന വണ്ടികൾക്കൊന്നും ഹെഡ്ലൈറ്റ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് സെഡോൺ, BMR അതുപോലുള്ള വണ്ടികൾക്കൊക്കെ, പ്രൈവറ്റ് ബസ്സൊക്കെ ഈ ഒരു വലിയ ഹെഡ്ലൈറ്റ് ചെയ്യാം. വലിയ ഹെഡ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 5mm LED വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു അസ്ത്രയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ ഒരു 3mm LED തന്നെ ചോദിച്ച് വാങ്ങിക്കണം. ഇതിന് ചില ഷോപ്പിലേ കിട്ടുള്ളൂ, എല്ലാ ഷോപ്പിലൊന്നും കിട്ടില്ല. മറ്റേ നിലത്ത് വീണ് പോയ ആ ഒരു LED എല്ലാ ഷോപ്പിലും കിട്ടും, എല്ലാ ഫാൻസി ഷോപ്പിലും കിട്ടും. പക്ഷേ ഇത് കുറച്ച് നല്ല വലിയ ഇലക്ട്രോണിക് ഷോപ്പിലേ കിട്ടുള്ളൂ. ഇതിന് 1 രൂപയാണ് റേറ്റ് വരുന്നത്. ഓൺലൈനിലുണ്ട്, ഫ്ലിപ്കാർട്ടിൽ 100 രൂപക്കെല്ലാം 100 എണ്ണം കിട്ടും. 100 രൂപക്കോ 100 സംതിങ് രൂപക്ക് 100 എണ്ണം കിട്ടും. ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ 100 രൂപക്ക് 100 എണ്ണം കിട്ടും. ചിലപ്പോൾ അവർ ഒരു 10-20 എണ്ണം എക്സ്ട്രായും തരും, ഒരു 10 എണ്ണമൊക്കെ ചിലപ്പോൾ എക്സ്ട്രാ തരും. ചിലപ്പോൾ ചിലത് കത്തുന്നില്ല എന്നുള്ള പ്രശ്നമുള്ളതുകൊണ്ട് 10 എണ്ണം എക്സ്ട്രാ തരും. പക്ഷേ ഞാൻ ഇതുവരെ ഞാൻ 100 എണ്ണം വാങ്ങിയത്. അതിൽ ഇതുവരെയായിട്ട് ഞാൻ യൂസ് ചെയ്ത മൊത്തം നല്ല വർക്ക് ചെയ്യുന്ന തന്നെയാണ്, കത്താത്ത പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എനിക്ക് 20 കിട്ടിയത് എന്തായാലും ലാഭം തന്നെ. അപ്പോൾ ഓൺലൈനിലും കിട്ടും, ഷോപ്പിലും കിട്ടും, ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു LED ഹോൾ ആക്കുക, അതിലേക്ക് ഇറക്കി വെക്കുക. ഇവിടെ 3 എണ്ണം, ഇപ്പുറത്തും 3 എണ്ണം. പിന്നെ ഈ ഒരു ഫോഗ് ലാമ്പ് ഞാൻ ചെയ്തിട്ടില്ല, ഇവിടെയും വേണമെങ്കിൽ വെക്കാം, വൈറ്റോ യെല്ലോ വെക്കാം. ഈ ഒരു LED കുറേ കളറിൽ കിട്ടും, ഗ്രീനും വൈറ്റും യെല്ലോ ബ്ലൂ എല്ലാം കിട്ടും, റെഡ് എല്ലാം കിട്ടും. ഇവിടെ ഫോഗ് ലാമ്പ് വേണമെങ്കിൽ വെക്കാം, ഞാനിപ്പോൾ ഫോഗ് ലാമ്പ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു 3mm LED വെച്ച് കഴിഞ്ഞുള്ള പ്രശ്നം, ചെറിയൊരു ബ്ലൂയിഷ് ലൈറ്റായിരിക്കും കിട്ടും, അതായത് പ്യുവർ വൈറ്റ് അല്ല, ചെറിയൊരു നീല ഷെയ്ഡ്. കണ്ട വീഡിയോയിൽ കാണുമ്പോൾ നല്ലോണം ഒരു നീല പോലെ ഉള്ളത്, ഈ ഒരു ഏരിയയിൽ ഉള്ളിലുള്ള നീല തന്നെ കാണുന്നു. പക്ഷേ നേരിട്ട് നോക്കുമ്പോൾ അത്ര നീലയല്ല, എന്നാലും അത്ര നല്ല വൈറ്റ് അല്ല, പ്യുവർ വൈറ്റ് അല്ല. നേരത്തെ കാണിച്ച ഒരു 5mm വലിയ LED ഇല്ലേ, അത് പ്യുവർ വൈറ്റ് ആയിരിക്കും. ഇത് കുറച്ചൊരു ബ്ലൂ ഷെയ്ഡ് അടിക്കുന്നുണ്ട്, പക്ഷെ പ്രശ്നമൊന്നുമില്ല, ഇത് യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് ഈ ഒരു യു ലൈറ്റ്, അങ്ങനെയല്ല പറയാം, യു ലൈറ്റ് എന്നാണ് തോന്നുന്നു പറയാം. ഈ ഫ്രണ്ടിൽ വരുന്നത് ഇത് ഒറ്റ ഒരു കളറേ ഉള്ളൂ, പിക്സലോ കാര്യങ്ങളൊന്നുമല്ല, സ്വിച്ച് ഇട്ടത് മാറിപ്പോയി. ഇതിന് സെപ്പറേറ്റ് സ്വിച്ചാണ് കൊടുത്തത്. ഇത് ഒറ്റ ഒരു കളറേ ഉള്ളൂ, ഇത് നോർമൽ സ്ട്രിപ്പ് ലൈറ്റ്, പിങ്ക് കളറാണ് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. മറ്റേ പിക്സലോ കാര്യങ്ങളൊന്നുമല്ല, നോർമൽ സിംഗിൾ കളർ സ്ട്രിപ്പ് ലൈറ്റ്. അത് ഇതൊരു പീസ്, അതുപോലെ തന്നെ ഇതൊരു പീസ്, ഈ താഴെ വരുന്ന ഒരു പീസ്, അങ്ങനെ 3 പീസാണ്. അത് ഇങ്ങനെ ജോയിൻ്റ് ചെയ്തതാണ്, സോൾഡർ ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് ഒറ്റൊരു ഇതാക്കിയിട്ട് ചെയ്തിട്ടാണ് ഉള്ളത്. അതിനൊന്നും പിന്നെ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ഒന്നും പറയാനില്ല. ഉള്ളിലൊരു ഫോം ഷീറ്റ് ബേക്കിൽ ഒട്ടിക്കുക, എന്നിട്ട് ഇങ്ങനെ ചുറ്റിലും ഗ്ലാസ്സിൻ്റെ ചുറ്റും ഒട്ടിക്കുക. പിന്നെ നെയിം ബോർഡ് കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്ക് ചെയ്തിട്ടില്ല.
ഇത് നോർമലി 12 വോൾട്ടിൻ്റെ സ്ട്രിപ്പാണ്. നമുക്ക് 9 വോൾട്ടിലും കത്തിക്കാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ 9 വോൾട്ടിലാകുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നസ് കുറയുന്നേ ഉള്ളൂ. 12 വോൾട്ടാണെങ്കിൽ കുറച്ചും കൂടി ബ്രൈറ്റ്നസ് കിട്ടും, അത്രേ ഡിഫറൻസ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതേ സ്ഥാനത്ത് പിക്സൽ ലൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിച്ചൊക്കെ കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ കൺട്രോളർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മിന്നി കത്തുന്നതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിപ്പം നോർമൽ ഒരു കത്തിക്കിടക്കുന്നൊരു മോഡലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാഗിലേക്ക് വരുമ്പോൾ മുകളിൽ 2 ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ 2 ബ്രേക്ക് ലൈറ്റ്, താഴെ ഒരു ഇൻഡിക്കേറ്റർ പോലെ യെല്ലോ കളർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ റിവേഴ്സ് ലൈറ്റ് വൈറ്റ്. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് 2 വൈറ്റ്, ഇത് 2 വൈറ്റാണ്, മുകളിൽ 2 റെഡ്. അതിൽ ഈ ഒരു വൈറ്റിൻ്റെ മുകളിൽ വരുന്ന ഗ്ലാസ് നമ്മൾ യെല്ലോ കളർ പെയിൻ്റ് അടിച്ചിട്ട് ഇൻഡിക്കേറ്റർ പോലെ ആക്കിയതാണ്. ഇൻഡിക്കേറ്റർ ബ്ലിങ്കിങ് ഒന്നല്ല, ജസ്റ്റ് കത്തിക്കിടക്കുന്ന പോലെ ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ചെയ്ത വീഡിയോ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുമോ നിങ്ങൾ, അതാകുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്തതെന്നുള്ള വീഡിയോ അതിനകത്ത് കാണിക്കുന്നുണ്ട്, ഷോർട്സിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവും. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സ്ട്രിപ്പ് ലൈറ്റിൽ നിന്ന്, നോർമൽ സ്ട്രിപ്പ് ലൈറ്റിൽ നിന്ന് ഓരോ LED ആയിട്ട് ഇളക്കിയെടുത്തിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ ആ ഒരു ഷോർട്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക് ലൈറ്റിൻ്റെ വിശേഷം അത്രയേ ഉള്ളൂ. അപ്പോൾ ലൈറ്റ് വർക്കെല്ലാം അത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ബാറ്ററിയൊക്കെ എവിടെ വെച്ചതെന്ന് കാണിച്ചു തരാം. അത് എല്ലാം അടിയിലാണ്. നമുക്ക് ബസ്സൊന്ന് അടിമറിച്ച് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബസ്സിൻ്റെ അടിഭാഗം. വളരെ സിമ്പിളായിട്ടുള്ള നീറ്റായിട്ടുള്ളൊരു അടിഭാഗമാണ്. പിന്നെ ആദ്യം തന്നെ പറയാം, വയറിങ് എല്ലാം ഞാൻ വലിയ ഇലക്ട്രോണിക്സ് പഠിച്ച ആളോ കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാനങ്ങനെ ചെയ്യുന്നതാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക. എന്തായാലും ഈ ഒരു മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് ലൈറ്റെല്ലാം പ്രവർത്തിപ്പിക്കുക, പ്രശ്നമൊന്നുമില്ല. ഇനി വേറെ ഏതെങ്കിലും മെത്തേഡ്, അതായത് ഓരോ സീരീസ് പാരലൽ എന്ന് പറഞ്ഞാൽ കുറേ തരം കണക്ഷൻ ഉണ്ടല്ലോ, കുറേ തരമല്ല, ഈ ഒരു 2 തരം കണക്ഷൻ ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്തിട്ടുള്ളത് ഹെഡ്ലൈറ്റൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 3 ഹെഡ്ലൈറ്റില്ല നമുക്ക് വരുക, ഒരു ഭാഗത്ത് 3 ഹെഡ്ലൈറ്റാണ് വരിക. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് 3 ഹെഡ്ലൈറ്റ്. ഈ 3 ഹെഡ്ലൈറ്റിൻ്റെയും പോസിറ്റീവ് മൊത്തം കണക്ട് ചെയ്തെടുക്കുക, നെഗറ്റീവ് മൊത്തം ഒന്നിച്ച് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ എല്ലാ പോസിറ്റീവും ഒറ്റൊരു കണക്ഷൻ ആക്കുക, എല്ലാ നെഗറ്റീവും ഒറ്റൊരു കണക്ഷൻ ആക്കുക. എന്നിട്ട് അന്നേരം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു പോസിറ്റീവും നെഗറ്റീവും കിട്ടും, ഒറ്റൊരു വയർ. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും 2 വയറായിട്ട് കിട്ടും. എന്നിട്ട് ഈ ഒരു പോസിറ്റീവും ഇതിൻ്റെ ഒരു പോസിറ്റീവും കണക്ട് ചെയ്യുക, ഇതിൻ്റെ മൊത്തത്തിലുള്ള നെഗറ്റീവും ഇതിൻ്റെ മൊത്തത്തിലുള്ള നെഗറ്റീവും കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കണക്റ്റായി. ഇനി പിന്നെ ആ ഒരു ജോയിൻറ്റിൽ നിന്ന് 2 വയർ പുറത്തേക്ക് എടുക്കുക. അന്നേരം നമുക്ക് ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് 6 ഹെഡ്ലൈറ്റും കത്തും, അടിപൊളിയായിട്ട് കത്തും. അപ്പോൾ അങ്ങനെയാണ് ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻ വരുന്നത്. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ നേരം 6 ഹെഡ്ലൈറ്റിനും കൂടി 2 വയർ കിട്ടും, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും. ആ വയർ നേരെ വന്നിട്ട് ഇവിടെയല്ല, കുറച്ചും കൂടി ഇങ്ങോട്ടൊന്ന് ഇവിടെ സ്റ്റോപ്പാക്കി, അതായത് അവിടെ നിന്ന് ഇടം വരെ വന്നിട്ട് ഇവിടെ നിർത്തി. പിന്നെ നമുക്ക് ബ്രേക്ക് ലൈറ്റും കൊടുക്കണ്ടേ. അപ്പോൾ ബ്രേക്ക് ലൈറ്റും അതുപോലെ തന്നെ പോസിറ്റീവ് എല്ലാം കണക്ട് ചെയ്യുക, നെഗറ്റീവ് എല്ലാം കണക്ട് ചെയ്യുക. എന്നിട്ട് അതിനും 2 വയറുണ്ടാവും. ഹെഡ്ലൈറ്റിന് മൊത്തത്തിൽ 2 വയർ പോസിറ്റീവ് നെഗറ്റീവ് ആയ പോലെ ബ്രേക്ക് ലൈറ്റിനും 2 സൈഡും കൂടി മൊത്തത്തിൽ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആക്കി എടുക്കുക. ചെറിയൊരു റെസിസ്റ്റർ ഇവിടെ കാണുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെഡ് LED വെച്ചാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് 2 ലൈറ്റാണ് ഉപയോഗിച്ചത്. മുകളിൽ ഒരു സൈഡ് മുകളിൽ 2 റെഡും അതുപോലെ തന്നെ താഴെ 2 വൈറ്റും. അപ്പോൾ വൈറ്റും റെഡും ഒറ്റൊരു കണക്ഷനിൽ കൊടുക്കുമ്പോൾ റെഡ് മൊത്തം വോൾട്ടേജ് കൊടുത്തിട്ട് വൈറ്റ് കത്തുന്നില്ല. അപ്പം ആ റെഡിന് ഒരു റെസിസ്റ്റർ വെച്ച് കൊടുത്താൽ റെഡും വൈറ്റും ഒരേപോലെ കത്തും. പക്ഷേ റെഡിന് ചെറിയൊരു ബ്രൈറ്റ്നസ് കുറവുണ്ടാവും, നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബ്രേക്ക് ലൈറ്റ് ചെറിയൊരു ബ്രൈറ്റ്നസ് കുറവാണ്, അത് പ്രശ്നമില്ല, അത് അങ്ങനെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു റെസിസ്റ്റർ വെച്ചത്. റെഡ് ലൈറ്റ് മൊത്തം 2 സൈഡിലൂടെ റെഡ് ലൈറ്റിൽ വയറിൻ്റെ ഒരു റെസിസ്റ്റർ വെച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ റെഡും വൈറ്റും ഒരേപോലെ കത്തിക്കോളും. എന്നിട്ട് നമുക്ക് ഇവിടെ മൊത്തത്തിൽ 2 സൈഡും എല്ലാം കണക്ട് ചെയ്ത് ഒറ്റൊരു പോസിറ്റീവും ഒറ്റൊരു നെഗറ്റീവും ആക്കി എടുക്കുക. എന്നിട്ട് ആ വയർ നമ്മൾ ഇങ്ങനെ വന്നിട്ടില്ലേ, ഹെഡ്ലൈറ്റിൽ ഇങ്ങനെ വന്ന് ഇവിടെ സ്റ്റോപ്പാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവിലേക്ക് ബ്രേക്ക് ലൈറ്റിൻ്റെ പോസിറ്റീവ് കൊടുക്കുക, അതിൻ്റെ നെഗറ്റീവിലേക്ക് ബ്രേക്ക് ലൈറ്റിൻ്റെ നെഗറ്റീവ് കൊടുക്കുക. അപ്പം ബ്രേക്ക് ലൈറ്റും ഹെഡ്ലൈറ്റും മൊത്തം കണക്റ്റായി. എന്നിട്ട് നമുക്ക് ബാറ്ററിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള അതേ ജോയിൻറ്റിൽ നിന്ന് ഒരു 2 വയർ എടുക്കുക. 2 വയർ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നിട്ട് ഇവിടെ സ്റ്റോപ്പാക്കി. ഇവിടെ സ്റ്റോപ്പാക്കിയിട്ട് സ്വിച്ചിലേക്ക് കൊടുത്തു. ആ വയർ സ്വിച്ച് കണക്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാലോ, വേറെ പണിയൊന്നുമില്ല. സ്വിച്ച് 2 സൈഡിലും വയർ കണക്ട് ചെയ്യുക. പിന്നെ ബാറ്ററീൻ്റെ കണക്ടർ വെച്ചിട്ട് ബാറ്ററി ഈ ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. 2 ബാറ്ററിയാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ബാറ്ററി ഫിക്സ് അല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ കുറച്ച് ടൈറ്റാക്കി അവിടെ വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് മറ്റേ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു പിങ്ക് കളർ യു ലൈറ്റ് ഇല്ലേ, അതിന് പിന്നെ ഒറ്റൊരു കണക്ഷനേ ഉള്ളൂ. അവിടെ നിന്ന് ഉള്ളിൽ നിന്നേ വരുന്ന ഈ വയറാണ് അതിൻ്റെ ആ ഒരു
ഇത് കണ്ട ഇതാണ് യു ലൈറ്റിൻ്റെ വയർ. അത് 2 വയർ ഡയറക്റ്റ് ഇങ്ങോട്ട് വരിക, ഇതിൻ്റെ അടിയിലേ വന്നിട്ട് നേരെ സ്വിച്ചിലേക്കും കൊടുക്കുക, അപ്പുറത്തെ വയർ ബാറ്ററി കണക്ടറിലേക്കും കൊടുക്കുക. അതിൻ്റെ വേറെ പ്രശ്നമോ വേറെ പ്രത്യേകിച്ച് വേറെ കണക്ഷനോ ഒന്നുമില്ല. പിന്നെ ഇതിലെല്ലാം നിങ്ങൾ റെഡ് വയറെ കാണുന്നുണ്ടാവുക. ഞാൻ പിന്നെ പോസിറ്റീവും നെഗറ്റീവും ബ്ലാക്ക് റെഡ് കൊടുത്തിട്ടില്ല. ഞാൻ പിന്നെ മൊത്തത്തിൽ റെഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ പോസിറ്റീവെല്ലാം റെഡും കൊടുക്കുക, നെഗറ്റീവെല്ലാം ബ്ലാക്കും കൊടുത്താൽ കുറച്ചും കൂടി ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നീറ്റായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ മൊത്തത്തിൽ റെഡ് കളറാണ് കൊടുത്തത്. ഇങ്ങോട്ട് വരുമ്പോൾ മൊത്തം ഗ്രീനല്ല കൊടുത്തിട്ടുള്ളത്. വയറിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക, വയറിൻ്റെ കളറിനൊക്കെ ഓരോ ഇതുണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഞാനിവിടെ നോക്കിയിട്ടില്ല. ഞാൻ ജസ്റ്റ് കിട്ടിയ വയറെല്ലാം വെച്ച്, കിട്ടിയ വയറല്ല, ഓരോ കളറിൽ ഒരേ കളറുള്ള വയർ വെച്ച് അങ്ങനെ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സ്വിച്ച് പിന്നെ നോർമൽ 5 രൂപക്ക് കിട്ടുന്ന സ്വിച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിപ്പം ഹെഡ്ലൈറ്റ് ആണ്. ഹെഡ്ലൈറ്റ് അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇത് ഫ്രണ്ട് യു ലൈറ്റിൻ്റെ ആണ്. അത് നിങ്ങൾക്ക് ഓണായിട്ട് കാണുന്നുണ്ടാവും. അത് പിന്നെ പകലായതുകൊണ്ട് അത്ര പുറത്തായതുകൊണ്ട് അത്ര ഒരു കാണാൻ സാധ്യതയില്ല. പിന്നെ 2 ബാറ്ററി ഉള്ളത് 9 വോൾട്ടിൻ്റെ 25 രൂപേൻ്റെ അല്ലെങ്കിൽ 20 രൂപക്കൊക്കെ കിട്ടുന്ന ഒരു ബാറ്ററിയാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം. അത് ജസ്റ്റ് അവിടെ ടൈറ്റാക്കി വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാറ്ററി അഥവാ ബാറ്ററി ചാർജ് കഴിഞ്ഞു പോയാൽ ഇതേപോലെ എടുക്കുക, അടുത്ത ബാറ്ററി ഇടുക, തിരിച്ചങ്ങനെ ഇവിടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ മതി. ഈ ഒരു ബാറ്ററിയാണ് ഉപയോഗിച്ചത്. അത് സ്ട്രിപ്പ് ലൈറ്റിനും എല്ലാം ഈ ഒരു ബാറ്ററി തന്നെ ഉപയോഗിക്കുക, പ്രശ്നമൊന്നുമില്ല. എത്ര LED വേണമെങ്കിലും എല്ലാം ഈ ഒരു ബാറ്ററി തന്നെ മതി. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് 12 വോൾട്ട് റീചാർജബിൾ അല്ല 7.4 മതിയാവും തോന്നില്ല. 12 വോൾട്ട് റീചാർജബിൾ ബാറ്ററി ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ ഒരു ബാറ്ററി തന്നെ മതി. അത്യാവശ്യം കുറച്ച് ദിവസമൊക്കെ ലൈറ്റ് കത്തിക്കോളും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അങ്ങനെ നമ്മൾ എപ്പോഴും ഒന്നും ലൈറ്റ് ഓണാക്കി ഇടുന്നില്ലല്ലോ. ഇടയ്ക്ക് ഇപ്പം ഫോട്ടോ വീഡിയോ അങ്ങനെ എടുക്കുമ്പോൾ ലൈറ്റ് ഓണാക്കി ഇടുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ബാറ്ററി മതി. എന്തായാലും ഞാൻ ഈ ഒരു ബാറ്ററി വർക്ക് തുടങ്ങിയവരെ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. ടെസ്റ്റ് ചെയ്യാനെല്ലാം ഈ ഒരു ബാറ്ററിനെ ഉപയോഗിച്ചത്. അപ്പോൾ ഇതുവരെ ചാർജ് കുറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററി അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററി തന്നെയാണ്. അത്യാവശ്യം ചാർജൊക്കെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീചാർജബിൾ 12 വോൾട്ടിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്ററെല്ലാം വെക്കണം. ഇല്ലെങ്കിൽ മറ്റേ അത് ഞാൻ പറയാൻ മറന്നു കേട്ടോ. ഈ LED ഇല്ലേ 3mm LED, അതിലിവിടെ ഒരു റെസിസ്റ്റർ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാൻ മറന്നുപോയതാണ്. ഇപ്പം വെച്ചിട്ടില്ല, സോറി. 12 വോൾട്ട് വെക്കുന്നുണ്ടെങ്കിൽ വെക്കണം. ഇപ്പം ഞാൻ റിമൂവ് ആക്കിന്, കാരണം 9 വോൾട്ട് അല്ലേ, ഇത്രയും ലൈറ്റ് ഒന്നിച്ചല്ലേ ഉള്ളൂ. അതായത് ബ്രേക്ക് ലൈറ്റും ഈ 6 ഹെഡ്ലൈറ്റെല്ലാം ഒരുമിച്ച് ഉള്ളത് കൊണ്ട് റെസിസ്റ്ററിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു ഹെഡ്ലൈറ്റ് ഒറ്റക്കെല്ലാം വെറുതെ ടെസ്റ്റ് ചെയ്യാനെല്ലാം വെക്കുമ്പോൾ റെസിസ്റ്റർ വെക്കണം, ഇല്ലെങ്കിൽ കത്തിപ്പോവും. ഈ 3 ലൈറ്റ് വെക്കുമ്പോൾ റെസിസ്റ്റർ വെക്കണം. ഇതിപ്പം 3ഉം ഇപ്പുറം 3ഉം 6, അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് 2 ഭാഗത്തും കൂടി 6 ലൈറ്റ് ഉണ്ട്, 8 ലൈറ്റ് ഉണ്ട്. അപ്പോൾ 8 6 എത്ര ലൈറ്റായി? 6 8 14 ലൈറ്റ് അങ്ങനത്തായി. അതുകൊണ്ടാണ് ഞാൻ റെസിസ്റ്റർ എവിടെയും വെച്ചിട്ടില്ല, ഈ ഒരു സൈഡിൽ മാത്രമേ വെച്ചിട്ടില്ല. അത് പിന്നെ റെഡ് വൈറ്റ് റെഡിൻ്റെ കൂടെ കത്താൻ വേണ്ടി മാത്രം വെച്ച റെസിസ്റ്ററാണ് ഇവിടെ കാണുന്നത്. അല്ലാണ്ട് ഈ ഒരു വയറിങ്ങിൽ എവിടെയും റെസിസ്റ്റർ വെച്ചിട്ടില്ല. നിങ്ങൾ 2-3 ലൈറ്റ് മാത്രമാണ് കണക്ഷൻ കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് റെസിസ്റ്റർ വെക്കണം. ലൈറ്റിൻ്റെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ പിന്നെ റെസിസ്റ്ററിൻ്റെ ആവശ്യമില്ല, കാരണം എല്ലാം വോൾട്ടേജും ഈക്വലായിട്ട് എടുക്കുമ്പം ഒരു ലൈറ്റിന് മാത്രം പ്രശ്നം വരില്ല. 1 2 3 4 എല്ലാം വെക്കുമ്പോൾ എന്തായാലും റെസിസ്റ്റർ വെക്കണം, ഇല്ലെങ്കിൽ മൊത്തം ലൈറ്റ് കത്തിപ്പോവും. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് കെട്ടി വെച്ചാണ് ഇതിൻ്റെ അറ്റം. ഇത് വേറൊരു പീസ് വയർ വെച്ചിട്ട് എക്സ്ട്രാ വന്ന വയർ ജസ്റ്റ് ചുരുട്ടി കെട്ടി വെച്ചാണ്. പിന്നെ അത്രയേ ഉള്ളൂ വയറിങ്ങിൻ്റെ ഡീറ്റെയിൽസ്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലായാലും, അതുപോലെ തന്നെ യൂട്യൂബിൽ കമൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. പിന്നെ ലൈറ്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. അപ്പോൾ സെറ്റ് ചെയ്യാൻ പിന്നെ ഒന്നുമില്ല, ഹോൾ ഇടുക, ഹെഡ്ലൈറ്റ് കയറ്റി വെക്കുക, കണക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുക. അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് ചെയ്യുന്ന വീഡിയോ യൂട്യൂബിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അത് അന്നേരം ഞാൻ ഷോർട്സേ എടുത്തിട്ടില്ല, അതുകൊണ്ട് അതായത് റീൽസാണ് എടുത്തത്, ഫോൺ നേരെ പിടിച്ചിട്ട് എടുത്തത്. അപ്പോൾ യൂട്യൂബിൽ ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. അതിപ്പോൾ എൻ്റെ കയ്യിലില്ല, ഡിലീറ്റ് ആയിപ്പോയി. ആ ഷോർട്സിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ബ്രേക്ക് ലൈറ്റ് എങ്ങനെയാണ് ചെയ്തെടുത്തതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലൈറ്റ് വർക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്കെല്ലാം ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ചെറിയ സംശയങ്ങളിലാണെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.